പത്തനംതിട്ട റാന്നിയിലെ പച്ചക്കറി വ്യാപാരിയെ രണ്ടംഗ സംഘം വെട്ടിക്കൊന്ന സംഭവം ക്യാരറ്റിന്റെ വിലയെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്നെന്ന് എഫ്ഐആർ. ക്യാരറ്റിന് വില കൂടുതലാണെന്നും എടുത്തു കഴിക്കരുതെന്നും മഹാലക്ഷ്മി പറഞ്ഞു. അതാണ് പ്രകോപനത്തിനിടയാക്കിയത്. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു. എന്തെല്ലാമാണ് എഫ്ഐആറിൽ പറഞ്ഞിട്ടുള്ളത്? സ്മിത, ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇത്തരമൊരു അരുങ്കൊല നടന്നത്. നമ്മളിപ്പോൾ ആ കടയിലാണുള്ളത്. റാന്നി മർത്തോമ ആശുപത്രിക്ക് സമീപം പേട്ട ജംഗ്ഷൻ, അവിടെയാണ് ആ കട ഉള്ളത്. ഈ ക്യാരറ്റിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ്. ക്യാരറ്റിന്റെ വില കൂടുതലാണ്, അതുകൊണ്ട് ഇത് എടുത്തു കഴിക്കരുത് എന്ന് ഇവിടെ എത്തിയ രണ്ടുപേര്, പ്രദീപ് എന്ന ഇടത്തൻ, അതുപോലെ കൊച്ചുമോൻ, രണ്ടുപേരാണ് ഈ കേസിലെ പ്രതികളായിട്ടുള്ളത്. സ്വാഭാവികമായി മഹാലക്ഷ്മി കടയിലെ ജീവനക്കാരിയാണ്. അവർ പറഞ്ഞു ക്യാരറ്റ് എടുത്തു കഴിക്കരുത്, വില കൂടുതലാണെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ ഒരു തർക്കം ആ മേഖലയിൽ നടന്നു. അതിനുശേഷം മടങ്ങിപ്പോയി രണ്ടുപേരും വടിവാളുമായി എത്തുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വടിവാളുമായി എത്തി മഹാലക്ഷ്മിയെ ആക്രമിക്കാനാണ് മുതിർന്നത്. അത് തടയാൻ ശ്രമിച്ചപ്പോഴാണ് ഇവിടുത്തെ വ്യാപാരി, കടയുടമ കൂടിയായ അനിലിന് വെട്ടേൽക്കുന്നത്. അപ്പോൾ തന്നെ അനിൽ തൽക്ഷണം മരിച്ചു വീഴുകയായിരുന്നു. അതിനുശേഷം ഉടൻ തന്നെ ഈ സംഘം ഇവിടെ നിന്ന് വിട്ടുപോയി എന്നാണ് ആളുകൾ പറയുന്നത്. പക്ഷേ ഉടൻ തന്നെ ഈ രണ്ടുപേരെയും, കൊച്ചുമോനെയും പ്രദീപിനെയും പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. തൊട്ടടുത്ത ഈ മേഖലയിൽ വെച്ചാണ് ആ കൊലപാതകം നടന്നിട്ടുള്ളത്. മഹാലക്ഷ്മിക്ക് ഗുരുതരമായി പരിക്കുണ്ട്. അവർ തമിഴ്നാട് സ്വദേശിയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഇവരുടെ ഭർത്താവിനും, ഇത് തടയാൻ ചെന്ന മഹാലക്ഷ്മിയുടെ ഭർത്താവിനും പരിക്ക് ഏറ്റിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും അതിക്രൂരമായ കൊലപാതകമാണ്. പക്ഷേ പ്രതികളെ മണിക്കൂറുകൾക്കകം തന്നെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞു. റാന്നി പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ പ്രതികളുള്ളത്. രാവിലെ തന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന തെളിവെടുപ്പടക്കമുള്ള മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുമെന്നാണ് അറിയുന്നത്. എന്തായാലും അരുങ്കൊലയാണ്. ക്യാരറ്റിന്റെ വിലയെ ചൊല്ലി, അല്ലെങ്കിൽ ക്യാരറ്റ് എടുത്ത് പച്ചക്കറി വ്യാപാരിയെ വെട്ടിക്കുന്നതിലെ എഫ്ഐആറിലെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ ശ്രീകുമാരൻ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്.